ഈ ഒരു സോണിലേക്ക് മാർക്കറ്റിനെ കിട്ടിയാൽ ഇവിടുത്തെ മകൻ്റെ റിയാക്ഷൻ നോക്കിയിട്ട് മറ്റു ട്രേഡ്സ് താഴത്തേക്ക് തന്നെ നമ്മുടെ വ്യൂ ഓൾറെഡി ബെയറിഷ് തന്നെയാണ്. വീക്കിലിയിലും ഡെയിലും ഒക്കെ നമ്മുടെ വ്യൂ ബെയറിഷ് ആണ്. നമ്മൾ ഈ ഒരു പുൾ ബാക്ക് മാത്രമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പുൾ ബാക്ക് മാത്രം എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ കിട്ടിയാൽ മകന് താഴത്തേക്ക് ട്രേഡ്സ് എടുക്കാം എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോയുടെ ഒരു മാർക്കറ്റ് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് എന്തായാലും മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. മകൻ ഓൾറെഡി ബുള്ളിഷ് ആണോ അതോ ബെയറിഷ് ആണോ അതോ സൈഡ് വൈസ് ആണോ എന്നുള്ളത് നമുക്ക് ഓൾറെഡി നോക്കാം. നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ഡേയിൽ അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ ഓൾറെഡി ട്രേഡ്സ് എടുത്തിട്ടുണ്ട്, അത്യാവശ്യം പ്രോഫിറ്റാണ്. കുറച്ച് ക്വാണ്ടിറ്റി ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്, ബാക്കി ക്വാണ്ടിറ്റി നമ്മൾ ഹോൾഡ് ചെയ്യുകയാണ്. മാർക്കറ്റ് എക്സാക്റ്റ് സോണിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുമെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മൾ ഫുൾ ടി പിയിലേക്ക് അതിനെ ടാർഗറ്റ് ചെയ്യുമെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ ആ ഒരു ട്രേഡ്സ് എന്തായി, അല്ലെങ്കിൽ ഇന്നത്തെ കണ്ടീഷൻ എന്താണെന്നൊക്കെ നമുക്ക് ഓൾറെഡി നോക്കാം. നമ്മൾ ഓൾറെഡി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി ചെയ്തതിനു ശേഷമാണ് നമുക്കൊരു പുൾ ബാക്ക് തന്നത്. മാർക്കറ്റ് ഏകദേശം ഒരു 400 പോയിന്റിന് അടുത്തൊരു പുൾ ബാക്ക് വന്നു. ഏകദേശം ഒരു 550 പോയിന്റ് പുൾ ബാക്ക് വന്നു. നമ്മൾ എക്സാക്ട് ഈ മാർക്ക് ചെയ്യുന്ന ഈ ഒരു സോൺ ഏകദേശം 650 പോയിന്റിലുള്ള പുൾ ബാക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. അവിടെ എത്തുവാണെങ്കിൽ നമുക്ക് ഓൾറെഡി ക്വാണ്ടിറ്റി ആഡ് ചെയ്യാമെന്നാണ് നമ്മളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. പക്ഷേ മാർക്കറ്റ് അവിടത്തേക്ക് എത്തിയില്ല. നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. അഡീഷണൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നില്ല. മാർക്കറ്റ് അതിന് ശേഷം എന്ത് ചെയ്തു, അഗ്രസീവായിട്ട് മൂവ് ചെയ്തു. ഒരു 2 ക്യാൻഡിലുണ്ട് നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തുകയും ചെയ്തു. മാർക്കറ്റ് എന്ത് ചെയ്തു, ഫുൾ ലിക്വിഡിറ്റി അവിടുത്തെ കളക്ട് ചെയ്തു. അതിന് ശേഷം മാർക്കറ്റ് എക്സാക്റ്റ് ഒരു പുൾ ബാക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു സോണിലേക്ക് മാർക്കറ്റിനെ കിട്ടിയാൽ, മാർക്കറ്റ് നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിരുന്ന ഈ ഒരു സോണിലേക്ക് മാർക്കറ്റിനെ കിട്ടിയാൽ ഇവിടുത്തെ മാർക്കറ്റ് റിയാക്ഷൻ നോക്കിയിട്ട് മറ്റു ട്രേഡ്സ് താഴത്തേക്ക് തന്നെ നമ്മുടെ വ്യൂ ഓൾറെഡി ബെയറിഷ് തന്നെയാണ്. വീക്കിലിയിലും ഡെയിലും ഒക്കെ നമ്മുടെ വ്യൂ ബെയറിഷ് ആണ്. നമ്മൾ ഈ ഒരു പുൾ ബാക്ക് മാത്രമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പുൾ ബാക്ക് മാത്രം എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ കിട്ടിയാൽ മാർക്കറ്റ് താഴത്തേക്ക് ട്രേഡ്സ് എടുക്കാം എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ വ്യൂ മാർക്കറ്റ് ഏകദേശം 62,000 എത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന 64,000 ആണ്. നമ്മുടെ വ്യൂ മാർക്കറ്റ് 62,000 എത്തി. ഈ ഒരു സോൺ ഇത് നമ്മൾ അത്യാവശ്യം നല്ലൊരു ബൈയിങ് സോൺ ആണ്. ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് എത്തുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് ഈ പുൾ ബാക്കിൽ ഇവിടത്തേക്ക് ടാർഗറ്റ് ചെയ്യണം. നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു, മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിലേക്ക് വരും. ഏകദേശം ഒരു 1000 പോയിന്റ് മുകളിലേക്ക് മൂവ് ചെയ്യും, അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് വരുന്നത് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഓൾറെഡി മാർക്കറ്റ് അതിൽ ഒരു 750 പോയിന്റ് 800 പോയിന്റിന് അടുത്ത് മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്തു. പക്ഷെ നമ്മൾ കൗണ്ടർ ട്രെൻഡിൽ ട്രേഡ്സ് ഒന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ട്രേഡ്സ് അവോയ്ഡ് ചെയ്തത്. പക്ഷേ എന്തായാലും നമുക്ക് നോക്കാം മാർക്കറ്റ് ഈ ഒരു സോണിൽ നിന്ന് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു നോക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ ഇവിടുന്ന് താഴത്തേക്ക് ട്രേഡ്സ് ഓൾറെഡി പ്ലാൻ ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടും എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ട്രേഡ്സ് ആണ്. ഇവിടെ നമ്മൾ ഒരു ചെറിയ ഒരു SL ആണ് ഓൾറെഡി പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു സോണിൽ നമ്മൾ ഏകദേശം ഒരു ചെറിയ SL മകൻ അന്നത്തെ കണ്ടീഷൻ നോക്കിയിട്ട് ഒരു ചെറിയ SL ആണ് ഓൾറെഡി പ്ലാൻ ചെയ്യുന്നത്. അത്യാവശ്യം ഈ ഒരു പോയിന്റ് ടാർഗറ്റ് ചെയ്യണമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 2000 പോയിന്റ് ടാർഗറ്റ് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്നു. ഓൾറെഡി നമ്മുടെ വ്യൂ ബെയറിഷ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു എൻട്രി പ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രീമിയം ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ നമ്മുടെ കൂടെ ട്രേഡ്സ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ആ ഒരു ട്രേഡ്സ് വരുമ്പോഴത്തേക്ക് അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ തരും. അതായത് നമുക്ക് ഈ പറഞ്ഞൊരു കണ്ടീഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വ്യൂയിലേക്ക് മാർക്കറ്റ് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ഡേയിൽ വീണ്ടും നോക്കാം. ബൈ ബൈ ഓൾ.